നമസ്കാരം. മീഡിയ സെവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫിലെ പ്രവാസി കുടുംബങ്ങളിലെ ഗാർഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ആദ്യ സെഷനിൽ പരാതിയുമായി എത്തിയത് 14 കുടുംബങ്ങൾ. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയിലും റൈസ് എന്ന പേരിൽ ഈ സെഷൻ തുടരാനാണ് തീരുമാനം. പ്രവാസി കുടുംബങ്ങളിലെ ഗാർഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മൗനം വെടിയാം അതിജീവിക്കാം എന്ന പേരിൽ മീഡിയ വൺ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, നമുക്കറിയാം അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതാണ്. ഇത്തരത്തിൽ വിപഞ്ചിക, അതുപോലെ തന്നെ അതുല്യ, അങ്ങനെ ആത്മഹത്യകൾ കൂടി വരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലിപ്പോൾ എന്ത് നടപടികളിലേക്കാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കടന്നിരിക്കുന്നത്? ഈ വിഷയം എത്രത്തോളം പരിഹരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്? അമൃത, ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് മനസ്സ് തുറക്കാൻ ഒരു ഇടമില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ നടത്തിയിരുന്ന ക്യാമ്പയിനും അതേപോലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള റൈസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനും ഒരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ശനിയാഴ്ചയും ഇനി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ രാവിലെ 10 മുതൽ 12 വരെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പരാതികൾ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. ഇത്തരം നേരത്തെ അമൃത സൂചിപ്പിച്ച സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചിരുന്നു. അതായത് ഈ ആത്മഹത്യകൾ പലപ്പോഴും റിപ്പോർട്ട് ഇന്ത്യക്കാരിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളിൽ നിന്നാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള വലിയ കൂട്ടായ്മകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക. അപ്പോൾ അവരുമായി സംവദിക്കാനും ഇത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനും ഒരു വേദി ഉണ്ടാക്കണം എന്ന് അവർ ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ സെഷൻ ഇന്ന് നടന്നത്. ഈ സെഷനിലേക്ക് ഇനി കമ്മ്യൂണിറ്റി പോലീസ്, അതേപോലെ തന്നെ ഷാർജ ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് അധികൃതർ എത്തുന്നുണ്ട്. ഇന്ന് നടന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് 6 കൗൺസിലർമാർ അവിടെ പങ്കെടുത്തിരുന്നു. മനഃശാസ്ത്ര വിദഗ്ധരായ കൗൺസിലർമാരാണ് ഇവരോട് സംവദിച്ചത്. ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഇനി ഇവർക്ക് നിയമസഭ സഹായമാണ് വേണ്ടതെങ്കിൽ അത്തരത്തിൽ നിയമസഹായം നൽകുക, അതിന് ഷാർജ പോലീസിനെ ഇടപെടിക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിനെ ഇടപെടിക്കുക തുടങ്ങിയ ഘട്ടങ്ങളിലേക്കാണ് ഇനി കടന്നു പോകാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരു വേദി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ കടക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇന്നത്തെ ഷാർജ കോൺസുലേറ്റിന്റെ ഈ ഒരു പരിപാടി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രം 14ഓളം കുടുംബങ്ങളെങ്ങാനും പരാതിയുമായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഉണ്ടാകുമോ, സെഷനുകൾ ഉണ്ടാകുമോ? എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെയാണ് ഇപ്പോൾ ഇതിന് സമയം കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ പരാതി അതിന് കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐ.ഡിയും അതേപോലെ തന്നെ ഒരു ലാൻഡ് ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് അടുത്ത സെഷനിൽ വരാനും അധികൃതരെ കാണാനും അതേപോലെ തന്നെ ഒരു കൗൺസിലിംഗ് ആണ് ആവശ്യമെങ്കിൽ ആ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനുമുള്ള അവസരമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നൽകുന്നത്. എന്നാൽ ഇവർക്ക് നിയമസഹായം വേണം, മറ്റൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെയും അതേപോലെ കോൺസുലേറ്റിൻ്റെയും സഹായം കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ നമ്മളോട് നേരത്തെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിസാർ തളങ്കര പറഞ്ഞത്. ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടൽ വേണ്ടിവരും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിൻ്റെ അതേപോലെ ഫാമിലി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഇടപെടൽ ആവശ്യമുള്ള കേസുകളും ഇത്തരത്തിലേക്ക് വരുന്നുണ്ട്. കോൺസുലേറ്റ് ചില കേസുകൾ നാടുമായി ബന്ധപ്പെട്ടതാണ്, നാട്ടിലെ സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മകനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളും ഇക്കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭാര്യയും ഭർത്താവും മാത്രമുള്ള കേസുകൾ മാത്രമല്ല, കുടുംബത്തിൽ നിലനിൽക്കുന്ന പല ചേർച്ചയില്ലായ്മയുടെ കുറേ പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഇരകളാകുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ അവർക്ക് മനസ്സ് തുറക്കാനും ഈ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും എവിടെയാണ്
ഇതിന് അഭിമുഖീകരിക്കേണ്ടത്, എവിടെ നിന്നാണ് നീതി ലഭിക്കുക എന്ന് അറിയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം അത്തരം ഘട്ടങ്ങളിൽ ഒരു ബോധവൽക്കരണം കൂടി നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പയിനും അതേപോലെ തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ സെഷനും മുന്നോട്ട് വെക്കുന്നത്. അമൃത, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനിരിക്കുകയായിരുന്നു ഷിനോജ. മീഡിയ വൺ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മൗനം വെടിയാം അതിജീവിക്കാം എന്നുള്ള പേരിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. അതിന്റെ അപ്ഡേഷൻ എങ്ങനെയാണ്? അത് ഏത് രീതിയിൽ പോകുന്നു? വിവിധ സാമൂഹിക സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് തന്നെയാണ് മീഡിയ വൺ ഇത്തരമൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ഇതുമായി നിരവധി മനഃശാസ്ത്രജ്ഞർ നമ്മോട് സഹകരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പ്രത്യേകിച്ച് ബോധവൽക്കരണമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഏത് തരത്തിലാണ് ഇതിനെ നേരിടേണ്ടത്, ഒരു മരണമല്ല അല്ലെങ്കിൽ ജീവൻ ഒടുക്കിക്കൊണ്ടല്ല ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടത്, മറിച്ച് മൗനം വെടിയുകയും ഇത് തുറന്നു പറയേണ്ടിടത്ത് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ബോധവൽക്കരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഇപ്പോൾ വിഭജികയുടെ കേസും അതേപോലെ തന്നെ അതുല്യയുടെ കേസും എടുക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷമാണ് ഇവർ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു, ഗാർഹിക പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതും നാട്ടിൽ ഇവരുടെ മാതാപിതാക്കൾ പോലീസിനോടും അധികാരികളോടും മാധ്യമങ്ങളോടുമൊക്കെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ പുറത്തു വിടുമ്പോഴൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിരുന്നു എന്നുള്ളത് അറിയുന്നത്. അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും വലിയ ബുദ്ധിമുട്ട് താൻ അനുഭവിക്കുന്നു, ജീവൻ ഒടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് മാനസിക സംഘർഷത്തിലാണ് തങ്ങൾ എന്നുള്ളത് തുറന്നു പറയാൻ കഴിയാത്ത ഒരവസ്ഥ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു സംശയം ചോദിക്കട്ടെ, അവിടുത്തെ നിയമവശത്തെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ വിപഞ്ചികയുടെ കാര്യമായാലും ശരി, അല്ലെങ്കിൽ അതുല്യയുടെ കാര്യമായാലും ശരി, നേരത്തെ തന്നെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഗാർഹിക പീഡനം ഇവർ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം മരണത്തിന് ശേഷമാണ് അത് നമ്മൾ അറിയുന്നത്, മാധ്യമങ്ങൾ അറിയുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ സമൂഹം അറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗൾഫ് കൺട്രീസിലെ കാര്യങ്ങൾ നമുക്കറിയാം, ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൈമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ആ വഴിക്ക് പിന്നീട് ഈ മരണത്തിന് ശേഷമൊന്നും ലീഗലി നമുക്ക് നീങ്ങാൻ കഴിയില്ല എന്നാണോ, അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ എന്നുള്ള ക്രൈമിൽ അതവിടെ ഒതുങ്ങുമെന്നാണോ? അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ഇത്തരമൊരു കേസ് അവിടെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മരണകാരണം എങ്ങനെ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. പലപ്പോഴും മരണകാരണം ആത്മഹത്യ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ. അപ്പോൾ നേരത്തെ പരാതി നിലവിലുണ്ടെങ്കിൽ, അതായത് ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു, അത്തരം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഇതിന് ശേഷമാണ് ദേഹത്ത് പാടുകളുണ്ടായിരുന്നു, മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും പോലീസിൻ്റെ മുന്നിൽ എത്തുന്നതും ഒക്കെ. പക്ഷേ ഈ മരണത്തിന് കാരണമാകുന്നത് ആ മുറിപ്പാടുകളോ അല്ലെങ്കിൽ ആ മർദ്ദനങ്ങളോ അല്ല എന്നുള്ളത് കൊണ്ട് മരണകാരണം ആത്മഹത്യ തന്നെയാണ് അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയതാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ എത്തുമ്പോൾ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ മരണത്തിന് മുമ്പ് എവിടെയെങ്കിലും ഇവർ ഈ പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ പരാതിയുടെ തുടർച്ചയായിട്ടെങ്കിലും ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ബന്ധുക്കൾക്ക് സാധിക്കുമായിരുന്നു. ഈ രണ്ട് കേസിലും അതുണ്ടായില്ല എന്നുള്ളത്, നേരത്തെ പരാതിപ്പെട്ടിട്ടില്ല, കൃത്യമായി പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ അതുല്യയുടെ കേസിൽ തന്നെ പലപ്പോഴും പോലീസിനെ വിളിക്കുകയും പോലീസ് വരുന്നതിന് മുമ്പ് ഈ രണ്ടുപേരും ഇത് ഒത്തുതീർപ്പാക്കി കേസുകളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതുമാണ്. മറ്റൊരു പ്രശ്നമുള്ളത്, പലപ്പോഴും ഭർത്താവിനെതിരെ പരാതി പറയാൻ പ്രവാസി കുടുംബത്തിലെ വനിതകൾ തയ്യാറാവാറില്ല. കാരണം പലപ്പോഴും അവരുടെ ഭർത്താവിൻ്റെ ഡിപ്പെൻഡൻ്റ് വിസയിലായിരിക്കും ഭാര്യയും മക്കളും ഒക്കെ. അപ്പോൾ ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ പിടിയിലാവുകയോ ചെയ്താൽ പിന്നെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആദി പലപ്പോഴും ഈ കുടുംബിനികൾക്കുണ്ട്. വരുമാനം നിലച്ചു പോകുമെന്ന ആദി കുടുംബങ്ങൾക്കുണ്ട്. പല സ്ത്രീകൾക്കും ചിലപ്പോൾ അവർ ജോലിക്കാരായിരിക്കണം എന്നില്ല. പക്ഷേ ചില കേസുകളിൽ നിലനിന്നുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് തന്നെ വിജയിക്കാവുന്ന സാധ്യതകൾ ഉണ്ടായിരുന്ന കേസുകളുണ്ട്. അതിൽ പോലും ചിലർ മരണം വരിച്ചു എന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥയും നമുക്കിടയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അമൃത, അതെ, അത് തന്നെയാണ് ചർച്ചയാകേണ്ടതും. ഇപ്പോൾ മീഡിയ വണ്ണിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ഷിനോജ പല നിയമവിദഗ്ധരെയും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഒക്കെ അവരെയൊക്കെ സമീപിച്ചിട്ടും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടല്ലോ. ഇവരെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്?
ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ ഗാർഹിക പീഡന വിരുദ്ധ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് UAE. അവിടെ 111 എന്ന് എല്ലാവർക്കും അറിയാവുന്ന 999 എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലീസിൻ്റെ നമ്പറിൽ തന്നെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. പോലീസ് എവിടെയാണ് ഈ സംഭവം നടന്നത് എന്ന് അറിയിക്കുമ്പോൾ അവിടെ എത്തുകയും ഈ സംഭവങ്ങൾ ഉണ്ടായ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അത് രേഖയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പലരും അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ വിസയുടെ കാര്യത്തിലായാലും ഇവിടെ നിലനിന്നുകൊണ്ട് കേസ് നടക്കുമ്പോൾ അവർക്ക് UAE-യിൽ തന്നെ നിലനിൽക്കാനും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും ജീവനാംശം പോലുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുമുള്ള നിയമ വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിനേക്ക് സമീപിക്കുന്നില്ല? അതിനുള്ളൊരു ധൈര്യക്കുറവ് പലരും പ്രകടിപ്പിക്കുന്നു എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇത് കുറെ കൂടി ലളിതമായി ഇവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഈ സമയത്ത് ആവശ്യമായി വരുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഗസ്റ്റുകളും ചേരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി, നിസാർ തലങ്കര, അദ്ദേഹം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റാണ്. ഒപ്പം സൈക്കോളജിസ്റ്റായ ജിനു സുരേഷ്, രാഹിന ഫസ്മി എന്നിവർ തത്സമയം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ അനീസ് അലിയിലേക്കാണ്. ഡോക്ടർ, നമുക്കറിയാം ഇത് വളരെ ഗൗരവതരമായൊരു സംഭവമാണ്. പല തരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ 2-3 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നാട്ടിലാണെങ്കിൽ അത് അതിനേക്കാളും കൂടുതലാണ്. പക്ഷേ ഈ ഗൾഫ് കൺട്രീസിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കടക്കാമെന്നുള്ളൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് നിയമവും ഒക്കെ തന്നെ ഉണ്ടല്ലോ, അതിലേക്ക് പോകാതെ എന്തുകൊണ്ട് പെട്ടെന്നൊരു രക്ഷ നേടാമെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ധാരാളം ഞങ്ങളടുത്ത് വരാറുണ്ട്. പക്ഷേ ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ചെറിയ രാജ്യം, നമ്മുടെ ഒരു എയിം ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മൾ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് നിമിഷവും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഇവിടുന്ന് ഇജക്റ്റഡ് ആവും, കിക്ക്ഡ് ഔട്ട് ആവും എന്നൊക്കെയുള്ള ഒരു മനസ്സ് നമ്മളെ മനസ്സിൽ എപ്പോഴും വന്നിരിച്ചുകൊണ്ടിരിക്കേണ്ടത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരു കണക്ഷൻസ് മാത്രമാണ് അധിക പേരും അത് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ളത്, ഗ്രൂപ്പുമായിട്ടും മറ്റുള്ള അസോസിയേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വളരെ ഒരു വിഭാഗം ആളുകൾ അവര് എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് വീട്ടിൽ മാത്രം കുടുങ്ങി നിൽക്കുന്ന, അവരുടെ ആ കുടുംബത്തോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എസ്പെഷ്യലി സ്ത്രീകളില് ചിലർ ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ട്, ചിലർ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഫാമിലിയൊക്കെ ഇവിടെ നിൽക്കുന്നവർ. ബിക്കോസ് അതർവൈസ് നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ഒന്നും വെയർ ചെയ്യാൻ പറ്റാത്തതും. അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോൾ വളരെ ലിമിറ്റഡ് ടൈം മാത്രമാണ് അവർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവരുടെ പല പ്രശ്നങ്ങളും അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ കിട്ടുന്നില്ല. അപ്പൊ ഇതിങ്ങനെ സപ്രസ് ചെയ്ത് പോവാണ്. പക്ഷെ നല്ല സുഹൃത്തുക്കളും നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊരു സമാധാനം കിട്ടും. ഇപ്പൊ അടുത്തുണ്ടായ ഇൻസിഡൻസ് തന്നെ ഇപ്പോൾ ഷാർജയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സൂയിസൈഡിനെ പറ്റിയൊക്കെ എനിക്ക് കേട്ടറിവുകളുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വ്യക്തിത്വത്തിന്, അതായത് പുരുഷനായിട്ടുള്ള ഭർത്താവ്, മരിച്ച ആളുടെ ഭർത്താവ്, അവര് ഒരു കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ പറ്റി ഹിസ്റ്ററി കേട്ടത്. അപ്പൊ അദ്ദേഹം ഇത്തരം പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അതങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടി അതിന് വിക്ടിമാവുകയാണ് എത്രയോ കാലങ്ങളായിട്ട്. പക്ഷെ അതിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ നാട്ടിലായിരിക്കും. പക്ഷെ സുഹൃത്തുക്കളും മറ്റു വേണ്ടപ്പെട്ടവരും അതിൽ ഇൻവോൾവ് ആയിട്ട് അവരൊരു വേണ്ടപ്പെട്ട ഒരു പ്രൊഫഷന്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ അതുല്യയുടെ കേസായാലും ശരി, വർഷങ്ങളായിട്ട് ആ കുട്ടി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും സഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ ഈ ഡിജിറ്റൽ കാലഘട്ടം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഈ ബ്രെയിനിന്റെ ഈ ഫ്രണ്ട് ഏരിയ ഉണ്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് അതിന് പറയാം. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മൾ പല കാര്യങ്ങൾ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ത്വരിതപ്പെടുത്തി എടുക്കുന്നത്.
പക്ഷെ ഇപ്പൊ ഈ ഡിജിറ്റൽ കാലഘട്ടത്തായപ്പോൾ നമ്മൾ അത് ത്വരിതപ്പെടുത്തുന്ന കർമ്മമില്ലാതെ ഇമ്പൾസീവ് ആക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ആ റെസിസ്റ്റൻസ്, ഒരു കാര്യത്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും എടുത്തുചാട്ടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടുകാരോടോ മറ്റുള്ള ആളുകളോട് സപ്രസ് ചെയ്തൊന്ന് പറഞ്ഞ് നമ്മളെ സപ്രസിംഗ് ഉള്ള കാര്യങ്ങളൊന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടുമായിരുന്നു. ഇത്തരം പ്രവണതകൾ ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ഡിജിറ്റൽ മാർഗത്തിന്റെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ നെഗറ്റീവ്സും ഉണ്ട് നമ്മൾ ഓർക്കണം. അപ്പൊ എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും അത് കണ്ടറിഞ്ഞാൽ ഉടനെ ഒരു അതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെടുത്ത് പോവുകയും അവരുടെ അഡ്വൈസ് തേടുകയും ചെയ്യുകയാണെങ്കിൽ കുറെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ്, ഇവർ ഡിപ്രഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട, പല ആണുങ്ങളെ പോലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് എക്സ്പോഷർ വളരെ കുറവാണ്. അതുകൊണ്ട് പലതും അവരെ സപ്രസ് ചെയ്ത് പോവാണ്. പിന്നെ പലതും കുടുംബം ആയി, കുട്ടിയായി, അപ്പോ അതിന്റെ വീട്ടിൽ പശ്ചാത്തലം, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ പിന്നോട്ടാവുമ്പോൾ എല്ലാവരും ധരിച്ചു വെക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇത് പറഞ്ഞിട്ട് വീട്ടുകാർക്ക് കൂടി ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്നുള്ളത്. പിന്നെ വേറൊരു പേഴ്സണാലിറ്റി ഉള്ള ചില ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട്. അവരെ മുഖങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇദ്ദേഹത്തിനും ഇപ്പൊ ഈ കൊലപാതകം നടത്തിയ വ്യക്തിക്കും അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ അവരുടെ സൈഡ് എപ്പോഴും അവര് നല്ലതായിട്ട് കാണിക്കും. മറ്റുള്ളവർ മുമ്പില്, അതായത് പൊതുജനങ്ങളുടെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ വളരെ മാന്യനാണ്. പക്ഷെ എന്റെ ഫാമിലിയുടെ മുമ്പിൽ, എന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഞാൻ വളരെ ക്രൂവലും വളരെ മോശമായ രീതിയിലും പ്രവർത്തിക്കാം. എന്നാൽ പുറത്തോട്ട് വളരെ നല്ലൊരു മാന്യനായിട്ട്. അപ്പൊ നമ്മളൊരു കാര്യം, ഇപ്പൊ എന്റെ വൈഫ് ഇപ്പൊ ഒരു പ്രശ്നം സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. കാരണം എന്റെ ഒരു ഇമേജ് അങ്ങനെയാണ് പുറത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം പേഴ്സണാലിറ്റീസും ധാരാളം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ പറഞ്ഞ പോലെയുള്ള അവയർനെസ് പ്രോഗ്രാം വളരെ നിർബന്ധമാണ്. എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഉടനെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യമായി കൊടുക്കണം. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ അനീസ് അലി, ഞങ്ങളുടെ കൂടെ ചേർന്നതിന്, ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ നിസാർ തളങ്കര, സ്വാഗതം. ഇതിപ്പോൾ നല്ലൊരു പ്രോഗ്രാം, അല്ലെങ്കിൽ വളരെ ആവശ്യകരമായ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ തന്നെ 14ഓളം കുടുംബങ്ങൾ പരാതിയുമായി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായ ബോധവൽക്കരണം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമല്ലേ? ആദ്യമായിട്ട് മീഡിയ വണ്ണിന് എല്ലാ അഭിനന്ദനം നേരുകയാണ്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരു ധാരണ സംഭവം നടന്ന കുറച്ച് ദിവസം ചെയ്താൽ മറന്നുപോകും ആൾക്കാർ. പക്ഷെ അത് ഈ സാമൂഹിക വിപത്ത് ഒരിക്കൽ കൂടി കേരള മനസ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ അഭിനന്ദിക്കുക. ഷാർജയിൽ നടന്ന ദാരുണമായ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ സംഭവം കഴിഞ്ഞ ശേഷം ഷാർജ കമ്മ്യൂണിറ്റി പോലീസ്, അവരുടെ പ്രൊട്ടക്ഷൻ ടീം, കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ടീമാണ് ഇവിടെ സമീപിച്ചത് ഇതുമായി സംബന്ധമായി. കാരണം ഈ ഇന്ത്യക്കാരുടെ പ്രസൻസ് UAE-യിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് 4 മില്യൺ കഴിഞ്ഞ് ഏകദേശം 5 മില്യണിലേക്കൊക്കെ അങ്ങനെ ആ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ രാജ്യത്ത് ഇങ്ങനെയുള്ള ആത്മഹത്യ പ്രവണത പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരിൽ നിന്നുണ്ടാവുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഞങ്ങൾ സമീപിച്ചത്. ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇന്ത്യൻ കൗൺസിലുമായി ബന്ധപ്പെട്ടു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ്, റൈസ് എന്നൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ റൈസ് എന്ന ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ നിങ്ങൾ നേരത്തെ ഇവിടെ ഒരു ടൈറ്റിൽ നിങ്ങളുടെ TV-യിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്, കേൾക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീച്ച്, ഇൻസ്പയർ, സപ്പോർട്ട് ആൻഡ് എംപവർ, അതാണ് റൈസ്. അപ്പൊ സാധാരണഗതിയിൽ ഇത് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, 10 വർഷം നമ്മുടെ സഹോദരി വളരെ സങ്കീർണമായ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോയി. അത് കേൾക്കേണ്ട അടുത്ത ബന്ധുക്കളോ അല്ല സമൂഹമോ ആ പെൺകുട്ടിയെ കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ 2 ദാരുണ സംഭവങ്ങളും നമ്മൾക്ക് ഒഴിവാക്കാമായിരുന്നു. അത് ഒഴിവാക്കാൻ എന്തുകൊണ്ടും നമുക്ക് പറ്റിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയുള്ള പൊതുസമൂഹത്തോടെ പറയാനുള്ളത്, ഇപ്പോ നമ്മളെല്ലാവരും പറയും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം, നമ്മൾ ബെറ്റർമെന്റ് ഒരു പ്ലാനിങ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. പക്ഷേ
എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ പാരന്റ്സിനാണ്, 2 പാരന്റ്സിനും. അത് പെൺകുട്ടിയുടെ പാരന്റ് ആണെങ്കിലും ബോയിന്റെ പാരന്റ് ആയാലും 2 പേർക്ക് അവയർനെസ് കൊടുക്കണം. ഒരു പ്രശ്നം ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ അതില് ആ സമയത്ത് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ ആ കുട്ടികളെ എത്തിക്കേണ്ട ചുമതല പാരന്റ്സിനുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് എന്തുകൊണ്ടോ പലപ്പോഴും നമ്മൾ ഈ നാടിനെ പേടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പേടിച്ച് ബന്ധുക്കളെ പേടിച്ച് നമ്മളത് പുറത്തറിയരുത് എന്ന് പറഞ്ഞ് പാരന്റ്സ് തന്നെ മറച്ചു വെച്ച സംഭവങ്ങളാണ് ഞങ്ങൾ ദിനേന കണ്ടുവരുന്നത്. ഈ വന്ന 14 കേസുകളിലും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്ക് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വന്ന കേസുകളിൽ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ലെവൽ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതിൽ വന്ന 2 കേസുകൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആദ്യ സെഷൻ കൊടുത്ത കേസാണ്. അതിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എനിക്ക് ഡൈവോഴ്സ് ഒരിക്കലും വന്നാൽ ഞാനത് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഞാൻ സോഷ്യലായിട്ട് ഐസൊലേറ്റഡ് ആവും എന്ന കാരണത്താൽ ഇനി തിരിച്ചു പോകാൻ എനിക്ക് എന്റെ മുമ്പിൽ മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടി ഇപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ അത് ലെവൽ കംപ്ലീറ്റ് മാറാണ്. ആ കുട്ടി പറയുകയാണെങ്കിൽ ഡൈവോഴ്സ് ആണെങ്കിൽ ഡൈവോഴ്സ്, ഐ ഹാവ് നോ പ്രോബ്ലം, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഐ എം റെഡി ഫോർ ഡൈവോഴ്സ് എന്ന് പറയുന്ന കോൺഫിഡൻസിലേക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ആ കുട്ടി എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇത് ഇസ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. നമ്മൾക്ക് ഇനിയിപ്പം മീഡിയയുടെയും നമ്മുടെ സഹോദരന്മാരുടെ സപ്പോർട്ടാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. സാർ, ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഈ റൈസിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഷാർജയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന, ഗാർഹിക പീഡനം ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് റൈസുമായി ബന്ധപ്പെടാൻ സാധിക്കുക? ഇത് ഞാൻ അത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതിന് ചെയ്യേണ്ടത് ഒന്ന്, ആ പെൺകുട്ടിക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അവർക്കൊരു ഇമെയിൽ ID നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അഥവാ ഇതിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബന്ധുക്കൾ മുഖേന ഞങ്ങൾ ബന്ധപ്പെടാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അവിടെ അവരുണ്ടെങ്കിൽ അവരെ അറിയിക്കാം. അറ്റ്ലീസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന നൈബർ ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ഫ്ലാറ്റ് ആണല്ലോ നമ്മൾ കൂടുതൽ താമസിക്കുന്നത്. ഈ ഫ്ലാറ്റിലുള്ള ആരുടെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞ് ഞങ്ങളിൽ എത്തിപ്പെടാനുള്ള ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. അതിൽ നമ്മൾ ഇന്നൊരു ഇമെയിൽ ID ഞങ്ങൾ വിട്ടിട്ടുണ്ട്, സപ്പോർട്ട്, അത് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. communitysuppport@iasharjah.com എന്നൊരു ഇമെയിൽ ID ഉണ്ട്, അല്ലെങ്കിൽ 0656108445 എന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സംവിധാനം ഒന്നെങ്കിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന പെൺകുട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള കമ്മ്യൂണിറ്റി, അത് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇനി അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഷാർജ പോലീസ് ഞങ്ങൾ പറഞ്ഞു. അതിനും പ്രശ്നമില്ല. ഞങ്ങൾക്ക് അത് വളരെ രഹസ്യമായിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും, അത് കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരിട്ട് കൊടുക്കുന്നത് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് കയ്യിലേക്കാണ്. അവരെ കൗൺസിലേഴ്സ് ആണെങ്കിൽ, ക്ലിനിക്കൽ കൗൺസിലേഴ്സ് ആണെങ്കിൽ, ഏത് തരത്തിലും ആ തരത്തിലുള്ള എല്ലാ അവർക്ക് കൊടുക്കേണ്ട എല്ലാ കോൺഫിഡൻസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഒന്നുകിൽ അതിന്റെ പാരന്റ്സുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിലായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അത് ഫിസിക്കൽ അറ്റാക്ക് ആണ്, അതൊരു അവിടെ ഒരു ക്രൈം നടക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷാർജ പോലീസ് ആ കേസുകൾ കൈമാറും. ഇതാണ് പദ്ധതി. ഓക്കെ, ശരി സാർ, തുടരൂ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ജിനു സുരേഷ് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഈ ഷാർജ ഇന്ത്യൻ കൗൺസിലിന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണല്ലോ. ഒരുപാട് പേർ അവിടെ വരുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഇവരെ ഇത്രയും നാൾ ഇതിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്, അല്ലെങ്കിൽ തന്റെ പ്രശ്നങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവർ പറയുന്നുണ്ടോ? താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങിയത് പോലും പല ആൾക്കാർക്കും, അതായത് വീട്ടിലിരിക്കുന്ന പല സ്ത്രീകൾക്കും ഓപ്പൺ ആയിട്ട് പറയാനൊരു ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് അവരെ ലിസൺ ചെയ്യാൻ ആളില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് പലപ്പോഴും സൂയിസൈഡിലോട്ട് ആൾക്കാർ എത്തിപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും, അത് ഇപ്പോൾ ഈ സൂയിസൈഡ് റീസെന്റ് ആയിട്ട് നടന്ന സൂയിസൈഡ് എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളിലാണ് നമ്മളിങ്ങനെ കണ്ടുവരുന്നത്. പക്ഷെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ത്രീകളിലും മാത്രമല്ല പുരുഷന്മാരിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരിലും പ്രശ്നമുണ്ട്. അപ്പം ആർക്കാണെങ്കിലും അവരെ ലിസൺ ചെയ്യാനും അവർക്ക് പറ്റുന്ന രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കാനും അഡ്വൈസ് കൊടുക്കാനും ഞങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കും.
ഇനി ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ഞങ്ങൾ കൗൺസിലേഴ്സും ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് കൗൺസിലിംഗിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണോ, അതല്ല ഈ പറഞ്ഞതുപോലെ അവർക്ക് ലീഗലി മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സഹായിക്കാമെന്നാണോ? കൗൺസിലിംഗിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അവരുടെ പ്രശ്നം ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് നാട്ടിലല്ല, UAE സംബന്ധിച്ച് ആൾക്കാർക്ക് ലിസൺ ചെയ്യാൻ ആരുമില്ല ഇവിടെ. ഇപ്പം ഹസ്ബൻഡ് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലും റൂമിലിരിക്കുന്ന വൈഫിന് സംസാരിക്കാനോ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനോ ആരുമില്ല. അപ്പം നമ്മള് അവർക്ക് ഓപ്പൺ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ പറ്റും. അപ്പം ഇവിടെ കിട്ടാത്തതും അതാണ്. പലപ്പോഴും പല സ്ത്രീകളും ഓപ്പൺ ആയിട്ട് അവർ ഷെയർ ചെയ്യുന്നില്ല. പലപ്പോഴും ഷെയർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കഴിഞ്ഞാല് അവരെ പ്രോബ്ലം എന്താണെന്ന് അറിയാം. ചിലപ്പം ചെറിയ കാര്യങ്ങളാവാം, വലിയ കാര്യങ്ങളാവാം. എന്ത് തന്നെയാണെങ്കിലും എല്ലാ പ്രോബ്ലത്തിനും അതിൻ്റെതായ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ആ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാളും നമുക്ക് അവരെ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഏകദേശം 14ഓളം പരാതികൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പരാതികളുടെ ഒരു കിടപ്പുവശം ഒന്ന് പറയാമോ? ഏത് രീതിയിലാണ് ഈ പറയുന്നത് പോലെ ഗാർഹിക പീഡനം അല്ലെങ്കിൽ മെന്റൽ അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോ? തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഒരു 10-14ഓളം കേസുകളാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ കൂടുതലും മാരേജ് ഇഷ്യൂ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫിസിക്കൽ അബ്യൂസ് ഉള്ള കേസുകളും ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കേസുകളും ഉണ്ട്. അപ്പം പല കേസുകളും നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പാർട്ട്ണറിനെ കോൾ ചെയ്യും, അവരെ ഒന്നിച്ചിരുത്തി സംസാരിക്കുന്നത് ബെറ്റർ ആണെങ്കിൽ അങ്ങനെ സംസാരിക്കും. ഇനി അടുത്ത് വരുന്ന സെഷനിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുക. പാർട്ട്ണറെയും കൂടെ വിളിച്ചിട്ട് അവരെ സൈഡും കൂടെ കേൾക്കാൻ നിൽക്കും, ദെൻ ഒന്നിച്ചിരുത്തി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറയുന്നത് പോലെ ഞാനിപ്പോൾ പരാതിയുമായി വരുന്നു, അപ്പോൾ നിങ്ങൾ എന്റെ പാർട്ട്ണറെ വിളിപ്പിക്കുന്നു, അപ്പോൾ വരാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ വിസമ്മതിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? വരാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വീട്ടിൽ പോവാൻ റെഡിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഇത് ചെയ്തു തരുന്നതാണ്. അപ്പൊ നമ്മൾ നേരിട്ട് പോയി സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്, എല്ലാവരും വില്ലിങ് ആണ്. അപ്പം അങ്ങനെ ഒരു പക്ഷെ നേരിട്ട് വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവും, ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നേരിട്ട് പോവാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളത് സ്ത്രീകൾ മാത്രമല്ല. ആത്മഹത്യയുടെ കണക്കുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന്റെ കണക്കുകൾ വരുമ്പോൾ തീർച്ചയായും അത് തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകളാണ് ഒരു പടി മുന്നിൽ എന്ന് നമുക്കറിയാം. പക്ഷേ അതേ രീതിയിൽ തന്നെ പുരുഷന്മാരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ വന്ന കേസുകളിൽ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള കേസിൽ ഒരു 4 കേസസ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് വന്നതാണ്. അതായത് ഹസ്ബൻഡ് തന്നിട്ടുള്ള കംപ്ലൈന്റ്സ് ആണ്. ഹസ്ബൻഡ് തന്നിട്ടുള്ള കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ സ്ത്രീകൾ പറയുന്നത് അതേപോലെ തന്നെയാണ്. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റാത്ത പലതും സ്ത്രീകൾ സംസാരിക്കാൻ റെഡിയല്ല. അപ്പം ഹസ്ബൻഡുമാര് പറയുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും, പലതും അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സോൾവ് ആവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും ഈ പറഞ്ഞോളം വൈഫ് സംസാരിക്കാൻ റെഡി അല്ല എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിച്ചാൽ സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. രണ്ട് സൈഡും നമുക്ക് കേൾക്കണമല്ലോ. അതെ, ശരിയാണ്. ഈ പറഞ്ഞതുപോലെ രണ്ട് വശവും കേൾക്കേണ്ട. പറഞ്ഞോളൂ ഡോക്ടർ. സൂയിസൈഡ് കൂടുതലും നടക്കുന്നത് സ്ത്രീകൾക്കിടയിലാണ്. അപ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്കാണ് പ്രശ്നം എന്നുള്ള രീതിക്കാണ്. പക്ഷെ ആ സെയിം അതുപോലെ തന്നെ പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതും നമ്മൾ ഇതില് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ശരി, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് റാഹിന ഫസ്മി കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ സ്വാഗതം. ഡോക്ടറും ഈ പറഞ്ഞതുപോലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഈ പരിപാടിയിൽ ഭാഗമാകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർ ഇത്തരത്തിലുള്ള പരാതികളുമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. എങ്ങനെയാണ് ഡോക്ടർ ഈ പ്രശ്നം നമുക്ക് എത്രത്തോളം പരിഹരിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ, പരിപാടികളിലൂടെ? ഇപ്പൊ നേരത്തെ നിസാർ സാർ പറഞ്ഞ പോലെ നമ്മൾ
ഇന്ത്യൻ അസോസിയേഷന്റെ അണ്ടറിൽ ഒരുപാട് സർവീസസ് നടത്തുന്നുണ്ട്. അപ്പം അതേപോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് നമ്മൾ റൈസ് എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ളത്. കാരണം നമ്മുടെ ചുറ്റിലും ഒത്തിരി ആൾക്കാർ സഫർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ ഭയങ്കര ശ്വാസം മുട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു പേടിയില്ലാണ്ട്, ഒട്ടും പേടിയില്ലാണ്ട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു ഇടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അസോസിയേഷൻ ചെയ്യുന്നത്. അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നൊക്കെ ഞാൻ കണ്ട ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് വർഷം അവരുടെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നതിന് പകരം വോൾ അവർ യൂസ് ചെയ്യുന്നത് അത് സഫർ ചെയ്യുക, അവർക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള അവയർനെസ് പ്രോഗ്രാംസ് അത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ അസോസിയേഷന്റെ അണ്ടറിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്നില്ല, ഇമോഷണലി ആണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മുന്നിൽ നമ്മളൊരു ഹോപ്പിന്റെ വാതിൽ തുറന്നു കൊടുത്താലും അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സപ്പോർട്ട് ഈ ഗൈഡൻസിലൂടെയും ഈ അവയർനെസ് പ്രോഗ്രാമിലൂടെയും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. കാരണം നമ്മളിപ്പോ ഈ അടുത്തൊക്കെ ആയിട്ട് കണ്ട ഒരുപാട് ജീവിതങ്ങളിൽ ജീവിച്ച് തീരുന്നതിന്റെ മുന്നേ തന്നെ അവസാനിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാണ്ട് അവരുടെ പ്രശ്നങ്ങൾ അതേ ഡെപ്തോട് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന, അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരെ കേൾക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. പൊതുവെയുള്ള ഇത്തരത്തിലുള്ള ആത്മഹത്യകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായുമുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ട് നമ്മൾ ഇത് പുറത്തു പറയുന്നില്ല എന്നുള്ള കാര്യം. ശരിയാണ്, നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമമൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യനെന്ന രീതിയിൽ നമ്മളെ സഹായിക്കാൻ നിയമം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ട്. അപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമതകൾ എന്തുകൊണ്ട് നമ്മളത് പോലീസിൽ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമവുമായി നമ്മൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? നേരത്തെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഈ സൂചിപ്പിച്ചതുപോലെ ഭർത്താവിന്റെ ഡിപ്പെൻഡന്റ് വിസയിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ അയാൾ കേസുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ നിലനിൽപ്പ് എന്താവുമെന്നുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണോ കാരണം? അതൊരു വശത്തുണ്ട്. നമ്മളിപ്പോ സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ലേൺഡ് അൺഹെൽപ്നെസ് എന്നൊക്കെ പറയും അതിന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കുതിരേനെ ഒരു കയറിൽ കിട്ടിയിട്ട് കുതിരക്ക് നല്ല ശക്തിയിൽ ഓടാൻ പറ്റും, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു സ്കില്ലുണ്ട് എന്നുള്ളത് അത് മറന്നു പോവാറുണ്ട്. അതേപോലെയാണ് പല ആൾക്കാരും ഈ അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാണ്ട് ഒരു ഹെൽപ്ലെസ്നെസ് അവരുടെ ബ്രെയിൻ അവർ ആ രീതിയിലോട്ട് ആക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് തുറന്ന് പറയാനും പുറത്തോട്ട് വരാനും പല ആൾക്കാർക്കും പറ്റാത്തത്. ആ ഒരു ടേം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ചാനൽസ് ഉണ്ടായിട്ടും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അവരിത് പുറത്ത് പറയാൻ തയ്യാറാവാത്തത് ഈ ഒരു കണ്ടീഷൻ കാരണമാണ് മേജറായിട്ട് സംഭവിക്കുന്നത്. ആക്ച്വലി അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റാത്തത് ഒരു ഹെൽപ്ലെസ്നെസ് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഒരുപാട് വർഷം ഈ അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട്. ഡോക്ടർ ആഹ്ന, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, അതിന് പിന്നാലെ 2-3 വാർത്തകൾ ആ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ തന്നെ നമ്മൾ അതേ വാർത്തകൾ കാണുന്നു, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള മരണങ്ങൾ, അതേ രീതിയിലുള്ള ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെന്തെങ്കിലും ഒരു മെന്റൽ കണക്ഷൻ, ഈ വെർദർ എഫക്റ്റ് പോലെയൊക്കെ അതൊക്കെ വായിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലൊക്കെ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പൊതുവെ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ കൂടുതലും ഒരു കമ്പാരിസൺ ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെയൊക്കെ ബ്രെയിനിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ നേരത്തെ ഡോക്ടറൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ തുറന്ന് പറയുന്നില്ല എന്നുള്ളത്. നമ്മൾ തുറന്ന് പറയുന്നില്ല, അതോടൊപ്പം തന്നെ ത്രൂ സോഷ്യൽ മീഡിയാസ് നമ്മൾ ബാക്കിയുള്ള എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം ത്രൂ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ വലിയൊരു ക്യാൻവാസിൽ കാണും. കാരണം ബാക്കി എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ള ഒരു തോട്ട്, അങ്ങനെയുള്ള ആൾക്കാർ
ഈ ഒരു കണക്ഷൻ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീമതി ജിനു സുരേഷ്, റാഹിന ഫസ്മി പ്രതികരിച്ചതിന്, ഇത്രയധികം കാര്യങ്ങൾ മീഡിയ വണ്ണിന്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റും അതുപോലെ ഇന്ത്യൻ ഷാർജ അസോസിയേഷൻ ഭാരവാഹിയും ഒക്കെ പറഞ്ഞതുപോലെ അവരെ കേൾക്കാൻ ഒരു സ്പേസ് ആണ് അവർക്ക് ആവശ്യം. അതുതന്നെയാണ് ഈ ഒരു റൈസ് എന്ന ക്യാമ്പയിനിലൂടെ അവർ ലക്ഷ്യമിടുന്നത്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിലൂടെ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഷിനോദ് ഷംസുദ്ദീനാണ് ഷാർജയിൽ നിന്ന് മറ്റ് വിശദാംശങ്ങളും നൽകിയത്. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബി തിരുവനന്തപുരം വിമാനം വൈകിയത് 8 മണിക്കൂറിലേറെ. വിമാനത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. യാത്രക്കാരെ അബുദാബിയിൽ തിരിച്ചിറക്കി. വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കേണ്ട IX 524 കാഴ്ചകളാണിത്. വിമാനം 2 മണിക്കൂർ വൈകുമെന്ന് യാത്രക്കാർക്ക് ഉച്ചയോടെ അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതുപ്രകാരം യാത്രക്കാരെ കയറ്റി രാത്രി 7:10 ടേക്ക് ഓഫിന് തയ്യാറെടുക്കുമ്പോഴാണ് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്ന് ക്യാപ്റ്റൻ അറിയിക്കുന്നത്. റൺവേക്കടുത്ത് നിർത്തിയിട്ട വിമാനത്തിൽ കടുത്ത ചൂടിൽ AC ഇല്ലാതെ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു. രാത്രി 10:30 ഇവരെ പിന്നീട് ടെർമിനലിലേക്ക് തിരിച്ചിറക്കി ഭക്ഷണവും മറ്റും നൽകിയത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുലർച്ചെ 1:30 തകരാറുകൾ പരിഹരിച്ച് വിമാനം തിരുവനന്തപുരത്തേക്ക് പറന്നത്. മീഡിയ വൺ, അബുദാബി. ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ വലച്ചു. ഇന്ന് രാവിലെ 9 പുറപ്പെടേണ്ട IX 346 വിമാനമാണ് റദ്ദാക്കിയത്. വെള്ളിയാഴ്ച രാത്രി 10:30 വിമാനം കൺഫേംഡ് എന്ന SMS സന്ദേശം ലഭിച്ച യാത്രക്കാർ രാവിലെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. റദ്ദാക്കുന്ന വിവരം മണിക്കൂറുകൾക്ക് മുൻപ് അറിയിച്ചെങ്കിലും സന്ദേശം ലഭിക്കാതെ പോയതായിരിക്കാം പ്രശ്നമെന്നാണ് എയർ ഇന്ത്യ ജീവനക്കാർ യാത്രക്കാരെ അറിയിച്ചത്. ഇത്തിഹാദ് റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര നടത്തി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ്. ദുബായിൽ നിന്ന് ഫുജൈറയിലേക്കായിരുന്നു യാത്ര. പരീക്ഷണയോട്ടം നടത്തുന്ന തീവണ്ടിയിലെ യാത്രയുടെ ചിത്രങ്ങളും വീഡിയോയും ഭരണാധികാരി തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. UAE-യുടെ 11 നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദേശീയ റെയിൽ ശൃംഖലയാണ് ഇത്തിഹാദ് റെയിൽവേ. അടുത്ത വർഷം മുതൽ പാസഞ്ചർ സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് ഭരണാധികാരിയുടെ ട്രെയിൻ യാത്ര. രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ 7 വിദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദി അറേബ്യ. നജ്റാൻ ഗവർണറേറ്റിലാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ഹാഷിഷ് ലഹരി വസ്തു കടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. മയക്കുമരുന്ന് കടത്ത കേസിൽ 1 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായ 30 പേർക്കാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വ്യത്യസ്ത കേസുകളിലായാണ് 7 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. നജ്റാൻ ഗവർണറേറ്റിന് കീഴിൽ മയക്കുമരുന്ന് കേസിലെ പ്രതികളായ 7 വിദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. ഹാഷിഷ് കടത്തിയ കേസിൽ എത്യോപ്യൻ സ്വദേശികളായ ഷെരീഫ് ഇബ്രാഹിം ഒസ്സോ, അലി ഒമർ അബ്ദു അഹമ്മദ്, മുഹമ്മദ് അബ്ദുസലാം കബാവി എന്നിവർക്കും സമാനമായ മറ്റൊരു കേസിൽ സൊമാലിയൻ പൗരന്മാരായ മഹ്മൂദ് അഹമ്മദ് യൂസഫ് മഹ്മൂദ്, അബ്ദുൽ ഖാദിർ മുഹമ്മദ് ഹുസൈൻ ബബ്ര, വാലിദ് അബ്ദി ജാദിദ് അബ്ദുൽ സമദ്, അബ്ദി സമദ് അഹമ്മദ് സാൽബ് എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. സമാനമായ കേസിൽ 1 മാസത്തിനിടെ 30ഓളം സ്വദേശികളും വിദേശികളുമായ പ്രതികൾക്കാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ വൺ, ദമ്മാം. ജിദ്ദയിൽ വൻ മയക്കുമരുന്ന് ശേഖരവുമായി സ്വദേശി പിടിയിൽ. 54 കിലോ ഹാഷിഷും മയക്കുമരുന്ന് ഗുളികകളും പിടിച്ചെടുത്തു. വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളും മയക്കുമരുന്ന് വിരുദ്ധ സമിതി പുറത്തുവിട്ടു. മയക്കുമരുന്ന് വിരുദ്ധ സമിതിയുടെ സഹായത്തോടെ രഹസ്യ പോലീസാണ് ഇവരെ പിടികൂടിയത്. ജിദ്ദയിലേക്ക് കാറിനകത്തായിരുന്നു ലഹരി കടത്താനുള്ള ശ്രമം. ലഹരിക്കടത്തിൽ പങ്കാളിയായ സൗദി പൗരനെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി. മയക്കുമരുന്ന് കടത്ത് വ്യാപകമായതോടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.
പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ നൽകുമെന്ന് അതോറിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. തൊഴിലാളികളുടെ ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വിലക്കേർപ്പെടുത്തി സൗദി അറേബ്യ. തൊഴിലാളിയുടെ അനുമതിയില്ലാതെ ഇത്തരം പരസ്യങ്ങൾ ചിത്രീകരിക്കരുത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പരസ്യപ്രചാരണവുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത്. അനുമതിയില്ലാതെ തൊഴിലാളികളുടെ ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ പരസ്യങ്ങളിൽ ഉപയോഗിക്കരുത്. ഇത്തരം കാരിക്കേച്ചർ പരസ്യങ്ങളും അനുവദിക്കില്ല. സേവനമാറ്റത്തിനായി തൊഴിലാളി സാമ്പത്തിക ചുമതല ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള വാചകങ്ങൾ പരസ്യത്തിൽ പാടില്ല. വ്യാജ വാഗ്ദാനങ്ങളോ ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകങ്ങളോ ഉൾപ്പെടുത്തരുത്. മറ്റു ഭാഷകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങളിൽ അറബിക് വിവർത്തനം ഉൾപ്പെടുത്തണം. പേര്, ലോഗോ, രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്ക് എന്നിവ പ്രദർശിപ്പിക്കണം. മന്ത്രാലയത്തിന്റെ പേരോ ലോഗോയോ ഉപയോഗിക്കരുത്. ജാതി, മതം, ശമ്പളം, ചെലവ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനപരമായ പരസ്യങ്ങൾ പാടില്ല. ലൈസൻസ് നേടിയ മറ്റു സ്ഥാപനങ്ങളുടെ സേവനങ്ങളെ പ്രതികൂലമായി ചിത്രീകരിക്കുന്ന വാക്കുകളോ ആശയങ്ങളോ ഒഴിവാക്കണം തുടങ്ങിയവയാണ് പ്രധാന ചട്ടങ്ങൾ. ഉപഭോക്താക്കളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, തെറ്റായ പരസ്യങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ നീക്കം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്ത് നിന്ന് 3 പുതിയ സർവീസുകൾ കൂടി ആരംഭിച്ചു. സുഡാൻ, ജിബൂട്ടി, UAE എന്നിവിടങ്ങളിലേക്കാണ് പുതിയ ചരക്ക് കപ്പൽ സർവീസ്. സൗദിയെ ഗ്ലോബൽ ലോജിസ്റ്റിക് ഹബ്ബാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. RXS1 എന്ന പേരിലാണ് പുതിയ ഷിപ്പിംഗ് സർവീസ് ആരംഭിച്ചത്. സൗദി ജനറൽ അതോറിറ്റി ഓഫ് പോർട്സിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. പോർട്ട് സുഡാൻ, പോർട്ട് ജിബൂട്ടി, UAEയിലെ ജബൽ അലി പോർട്ട് എന്നീ 3 റൂട്ടുകളിലേക്കുള്ള പുതിയ സേവനങ്ങളാണ് ആരംഭിച്ചത്. പുതിയ സർവീസ് വഴി 720 കണ്ടെയ്നറുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയും. തുറമുഖങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, ദേശീയ കയറ്റുമതി കൂട്ടുക, ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. നിലവിൽ ഇന്ത്യ, ചൈന, ജോർദാൻ, ഈജിപ്ത് അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തു നിന്നും സേവനം നൽകുന്നുണ്ട്. സൗദിയെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ പദ്ധതി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യയിലെ റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിന് നജ്റാനിൽ തുടക്കമായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കില്ലർ ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. നജ്റാനിലെ അൽ അസാമാളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സിറ്റി ഫ്ലവറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത്. സിറ്റി ഫ്ലവർ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം അൽ ഖുറൈമിൽ, മാനേജിംഗ് ഡയറക്ടർ TM അഹമ്മദ് കോയ എന്നിവർ ചേർന്നായിരുന്നു ഉദ്ഘാടനം. അൻവർ സാദത്ത്, ഹസീബ് റഹ്മത്ത്, അഭിലാഷ് നമ്പ്യാർ, ഷിൻഡോ മോഹൻ, അൻസാർ, സൗദി പൗരപ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. It is the largest hypermarket in the Najran region, 3,000 square meter of floor area. We would like to thank all the customers for an overwhelming response and who have received a warm invitation to attend the opening ceremony. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 200 ഉപഭോക്താക്കൾക്ക് 50 റിയാലിന്റെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകി. 100 റിയാൽ പർച്ചേസിന് 50 റിയാൽ വൗച്ചർ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കില്ലർ ഓഫറുകൾ, സമ്മാന മത്സര പദ്ധതികൾ, നറുക്കെടുപ്പിലൂടെ 10 പേർക്ക് 10 TV നൽകുന്ന ഓഫർ തുടങ്ങിയവയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരുവിധം ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ 200 കസ്റ്റമറിന് 100 റിയാൽ പർച്ചേസ് ചെയ്താണ് 50 റിയാൽ പർച്ചേസ് ഫ്രീയും ഇന്ന് ഇവിടെ നൽകാൻ സാധിച്ചു. മഞ്ചീസ് ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ നജ്റാൻ ഹൈപ്പറിൽ അടുത്ത മാസത്തോടെ ലഭ്യമായി തുടങ്ങുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. വിശാലമായ ഫുഡ് കോർട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് നിരവധി ഓഫേഴ്സുകളാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കസ്റ്റമർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 25,000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇപ്രാവശ്യം ഓപ്പണിംഗുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. നിത്യോപയോഗ വസ്തുക്കളുടെ വലിയ ശേഖരത്തിനൊപ്പം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കളക്ഷനും പുതിയ ശാഖയിൽ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1, റിയാദ്. ദമാം ഖത്തീഫ് ഫിഷ് മാർക്കറ്റ് കൂട്ടായ്മ പ്രീമിയർ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചു. ഖത്തീഫ് മത്സ്യ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 4 ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ജാസിം FC ജേതാക്കളായി. ഗസൽ FC റണ്ണേഴ്സപ്പായി. ജാസിർ പള്ളിപ്പടി, സുലൈമാൻ NF, ഹബീബ് പൊന്നാനി, ഷാഫി വെളിയങ്കോട് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഷൂനായോ പെരുന്നാളിന് കൊടിയേറി. കൊടിയേറ്റ കർമ്മം ഇടവക വികാരി ഫാദർ ജേക്കബ് തോമസ് നിർവഹിച്ചു. ഈ മാസം 15 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ ഡോക്ടർ ജോൺസ് അബ്രഹാം കോനാട്ട് റീഷ്കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. ICF കുവൈറ്റ് നാഷണൽ സമ്മിറ്റ് ദ സ്മാർട്ട് ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അലവി സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ മാലവി കൈപ്പുറം ഉദ്ഘാടനം ചെയ്തു. നിസാർ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ ഹമീദ് പരപ്പ, അബ്ദുൽ അസീസ് സഖാഫി എന്നിവർ സംസാരിച്ചു.
ടേക്ക് എ സ്റ്റെപ്പ് ടു ദി നെക്സ്റ്റ് ലെവൽ എന്ന തീമിൽ നടന്ന മിനി സമ്മിറ്റിൽ നാഷണൽ റീജിയണൽ സെനറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. OICC കുവൈറ്റ് സംഘടിപ്പിക്കുന്ന വേണു പൂർണിമ 2025 ആഗസ്റ്റ് 28 ഷുവൈ കൺവെൻഷൻ സെന്ററിൽ നടക്കും. പരിപാടിയിൽ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമർപ്പിക്കും. ചടങ്ങിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ്, മറിയ ഉമ്മൻചാണ്ടി എന്നിവരും പങ്കെടുക്കുമെന്ന് OICC ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് വിദ്യാഭ്യാസ അവാർഡുകൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചു. 2024-25 അധ്യയന വർഷത്തെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 80% മാർക്കുകൾ നേടിയ അംഗങ്ങളുടെ മക്കളാണ് അവാർഡിന് അർഹർ. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും അവാർഡുകൾ നൽകുന്നത്. സെപ്റ്റംബർ 20 സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് കോപ്പിയൊപ്പം ഏരിയ ഭാരവാഹികൾ വഴി അപേക്ഷ സമർപ്പിക്കണം. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച കൊളീജിയം 2025 ആക്റ്റീവ് ലീഡേഴ്സ് മീറ്റ് വഫറ റിസോർട്ടിൽ നടന്നു. AP അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. OP ഷറഫുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. K ബഷീർ, ഇബ്രാഹിം കുന്നിൽ, മുനീർ കുനിയ എന്നിവർ സംസാരിച്ചു. 15 ബ്രാഞ്ചുകളിൽ നിന്നായി 100-ലേറെ നേതാക്കൾ പങ്കെടുത്തു. PM ജാഫറും നൌഫൽ ഏറ്റിയും പരിപാടികൾ ഏകോപിപ്പിച്ചു. റിക്രിയേഷൻ പരിപാടികൾക്ക് അഹമ്മദ് കല്ലായിയും സംഘവും നേതൃത്വം നൽകി. കുവൈത്തിൽ ചെമ്മീൻ മത്സ്യബന്ധന സീസൺ ആരംഭിച്ചു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കുവൈത്ത് മത്സ്യവിപണിയിൽ പ്രാദേശിക ചെമ്മീൻ എത്തിയത്. രാജ്യത്തിന്റെ സമുദ്രപരിധിയിൽ പ്രജനനകാലം കണക്കിലെടുത്താണ് ജൂലൈ 31 വരെ ചെമ്മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. ചെമ്മീൻ പിടിക്കുന്നതിനുള്ള നിരോധന കാലാവധി അവസാനിച്ച ഇന്നലെ കുവൈറ്റ് കടലിൽ നിന്ന് 100-ലേറെ ബാസ്ക്കറ്റ് പ്രാദേശിക ചെമ്മീൻ, ഷർക്ക് മാർക്കറ്റിലെത്തി. സീസണൽ നിരോധനം അവസാനിച്ചതോടെയാണ് മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയതെന്ന് കാർഷിക മത്സ്യവിഭവ അതോറിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സലേം അൽഹായി അറിയിച്ചു. ചെമ്മീൻ ലഭ്യത ഉറപ്പാക്കുന്നതിനും സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 1 മുതൽ പ്രാദേശിക ജലാശയങ്ങളിലും മത്സ്യബന്ധനം അനുവദിക്കും. എന്നാൽ പരിസ്ഥിതി സൗഹൃദ കോഫ വല ഉപയോഗിച്ചുള്ള ട്രോളിംഗ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ എത്തുന്ന ചെമ്മീനാണ് വിലക്ക് സമയങ്ങളിൽ പ്രാദേശിക വിപണിയിൽ ഉണ്ടാവാറുള്ളത്. കുവൈത്ത് സമുദ്രപരിധിയിലെ ചെമ്മീൻ മറ്റുള്ളതിനേക്കാൾ രുചികരമാണെന്നാണ് അഭിപ്രായം. അറേബ്യൻ തീരത്തു തന്നെ ഏറ്റവും കൂടുതൽ ചെമ്മീനുള്ള മേഖലയാണ് കുവൈറ്റ് തീരം. ആദ്യ ദിനം ഷാർക്ക് മാർക്കറ്റിൽ ഉയർന്ന വിലയാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചെമ്മീൻ മാർക്കറ്റിലെത്തുമെന്നും അതുവഴി വില കുറയുമെന്നുമാണ് ചെമ്മീൻ പ്രേമികളുടെ പ്രതീക്ഷ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടികളുമായി കുവൈത്തിൽ പുതിയ നിയമം വരുന്നു. സുരക്ഷാ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയ മാധ്യമ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ നാസർ ബുസ്ലൈബ് വിശദീകരിച്ചു. നിയമത്തിന്റെ കരട് മന്ത്രിസഭയുടെ അവലോകനത്തിനായി സമർപ്പിച്ചു. ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചതിന് ശേഷം പ്രാബല്യത്തിൽ വരും. മയക്കുമരുന്ന് കേസുകൾക്ക് കഠിന ശിക്ഷ, മനുഷ്യക്കടത്ത് ശൃംഖലകൾക്കെതിരായ ശക്തമായ നടപടി, ലഹരി ഉപഭോക്താക്കൾക്ക് പുനരധിവാസ പദ്ധതികൾ എന്നിവയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങളിലെ ഏറ്റവും ശക്തമായ 2ാമത്തെ പാസ്പോർട്ട് ഖത്തറിന്റേത്. ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് ഖത്തറിന്റെ നേട്ടം. ആഗോളതലത്തിൽ 47ാമതാണ് ഖത്തറിന്റെ സ്ഥാനം. സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലെ ഗുരുനാഥനെയാണ് സാനുമാഷിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് സംസ്കൃതി ഖത്തർ അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുദേവ ജീവിത ദർശനങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായും സംസ്കൃതി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ദോഹയിലെ സൂക്ക് വാഖിഫിൽ നടക്കുന്ന ഈത്തപ്പഴമേളയിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച മുനിസിപ്പാലിറ്റി മന്ത്രാലയം. ബെസ്റ്റ് ഡേറ്റ്സ് ബാസ്ക്കറ്റ് മത്സരത്തിലെ വിജയികളെയാണ് പ്രഖ്യാപിച്ചത്. ഖലാസ് ഈത്തപ്പഴ വിഭാഗത്തിൽ അബ്ദുൽ ഹാദി സുലൈമാൻ ഹാദി 1ാം സമ്മാനം നേടി. ശിശി വിഭാഗത്തിൽ അലി ഇബ്രാഹിം അൽ മാലിക്കിക്കാണ് ആദ്യ സ്ഥാനം. ബഹ്റൈനിൽ പൊതുസമൂഹ മാധ്യമങ്ങളിൽ വിഭാഗീയത ഉള്ളടക്കമുള്ള വീഡിയോ പ്രചരിപ്പിച്ച സമൂഹത്തിൽ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു. പ്രതി പ്രചരിപ്പിച്ച വീഡിയോ ചില മതവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും അവഹേളിക്കുന്നതാണ് എന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മതപരമായ വിശ്വാസങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഏതൊരു നിയമലംഘനത്തെയും നിയമം വഴി കർശനമായി നേരിടുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ മീഡിയ 7 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.